ശ്രീ നിർമ്മൽ എബ്രഹാം. നോക്കൂ, വെനസ്വേലയിലേക്ക് ഈ വിധത്തിലുള്ള വലിയ സൈനിക വിന്യാസം നമ്മൾ കണ്ടതാണ്. അത് ഒരു സമ്മർദ്ദ തന്ത്രമാണോ എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ വലിയൊരു അട്ടിമറിയാണ് അവിടെ പിന്നീട് നമ്മൾ കാണുന്നത്. സമാനമാണോ ഇപ്പോഴത്തെ സാഹചര്യം? എന്തിനുള്ള നീക്കം എന്ന് താങ്കൾ കരുതുന്നു? ഒരു വലിയ ആക്രമണത്തിനുള്ള അമേരിക്കൻ തയ്യാറെടുപ്പാണോ, സമ്മർദ്ദ തന്ത്രമാണോ, അതോ അട്ടിമറി നീക്കമാണോ? എന്താണ് താങ്കൾ സംശയിക്കുന്നത്? ഇല്ല, വെനിസ്വേല നടത്തിയ പോലൊരു ഓപ്പറേഷൻ ഇവിടെ നടത്തുക നിയർലി ഇമ്പോസിബിൾ ആണ്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ജിയോഗ്രഫിക്കലി, പോപ്പുലേഷൻ വൈസ് ഒക്കെ തന്നെ ഇപ്പൊ ഇറാന്റെ വെനിസ്വേലയുടെ 2 ഇരട്ടി സൈസ്, 3 ഇരട്ടി പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഒന്നാമത്തെ കാര്യം. വെനിസ്വേലയെ സംബന്ധിച്ചിടത്തോളം മഡൂറോ എന്ന് പറഞ്ഞ ഒറ്റയാളെ നീക്കിയത് കൊണ്ട് അമേരിക്കയ്ക്ക് പല കാര്യങ്ങളും അവിടെ പോളിസി മേക്കിങ്ങിൽ ഉൾപ്പെടെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇറാന്റെ കേസിൽ അങ്ങനെ അല്ല. ഇറാനിൽ ഒരു സുപ്രീം ലീഡർ മാത്രമല്ല, ഇഷ്ടംപോലെ ഇപ്പൊ എക്സ്പേർട്ട് കൗൺസിൽ, അസംബ്ലി കൗൺസിൽ, IRGC, അവരുടെ മിലിറ്ററി, ഇതെല്ലാം കടന്നുകൂടി ഈ ഒരു ഓപ്പറേഷൻ നടത്തുക അത്ര എളുപ്പമല്ല. ഒന്നാമത്തെ കാര്യം. 2, ഇതിന് നെഗോഷിയേഷന്റെ ഭാഗമായിട്ട് ഈ നീക്കങ്ങളെ വേണേ കാണാം. കാരണം യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന് ഇരുകൂട്ടരും കാണിക്കുന്നത് അടിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അമേരിക്കയും, അടിച്ചാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇറാനും കാണിക്കുന്നു. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകണമെന്നില്ല. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് വലുതായിരിക്കുമെന്ന് ഇറാൻ പറയുന്നത് ഒരുപക്ഷെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിന്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഉൾപ്പെടെ ലോകത്തെ മൊത്തം ബാധിക്കുന്ന രീതിയിലേക്ക് അത് പോകാം, ചെറിയ രീതിയിലെങ്കിലും, ഡയറക്റ്റ് യുദ്ധമല്ലെങ്കിലും. പക്ഷെ ഇതിൻ്റെ അകത്ത് അമേരിക്കയുടെ അകത്ത് പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ യുക്രൈന്റെ കേസിൽ സംഭവിച്ച പോലെ ഒന്നും ഇറാനെ സംരക്ഷിക്കാനായിട്ട് ആര് വരും എന്നൊരു ചോദ്യമുണ്ട്. റഷ്യയും ചൈനയും ഒക്കെ പറയുന്നു, പക്ഷെ ഒരിക്കലും മിലിറ്ററി ഇൻവോൾവ്മെന്റ് അവരുടെ ഒന്നും കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഇപ്പൊ ഇറാൻ ഒറ്റയ്ക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടെ ട്രംപ് ഈ പറഞ്ഞ നെഗോഷിയേഷൻസ് കൂടാതെ ഒരു കാര്യം കൂടെ അദ്ദേഹവും ബെഞ്ചമിൻ നെതന്യാഹുവും മനസ്സിൽ കാണുന്നുണ്ട്. കാരണം ഇരു കൂട്ടർക്കും ഈ നവംബർ വളരെ ക്രിട്ടിക്കൽ ആയിട്ടൊരു ഡേറ്റ് ആണ്. 2026 നവംബറിലാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മിഡ് ടേം ഇലക്ഷൻസ് നടക്കാൻ പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് പോലും അദ്ദേഹത്തിന്റെ അപ്രൂവൽ റേറ്റിംഗ്സ് പുറത്തു വന്നു. അപ്പൊ 40% താഴെയാണ് അദ്ദേഹത്തിന്റെ അപ്രൂവൽ. അതുകൂടാതെ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നതിന്റെ ക്ഷീണം അദ്ദേഹത്തിനുണ്ട്. എക്കോണമി പഴയ രീതിയിൽ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേഷനിലെ പോലെ നല്ല രീതിയിൽ എക്കോണമി പോകുന്നില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും മിഡ് ടേം ഇലക്ഷൻസ് ഏകദേശം തന്നെ കോൺഗ്രസും ഹൗസും സെനറ്റും ഒക്കെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള സ്ഥിതിയിലാണ് റിപ്പബ്ലിക്കൻസ് നിൽക്കുന്നത്. നെതന്യാഹു ആട്ടെ 2026 നവംബറിൽ ഇസ്രായേലിൽ ഇലക്ഷൻ വരുന്നു. അദ്ദേഹത്തിന്റെ കാര്യവും പരിഗണനയിലാണ്. സോ അങ്ങനെ നിൽക്കുമ്പം ഈ ഒരു സിറ്റുവേഷനിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ഒരു റെജീം ചേഞ്ച് പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സിറ്റുവേഷൻ ഇപ്പോഴാണ്. കാരണം എത്ര വൈകുന്നോ അത്രയധികം ഇലക്ഷനെ അത് ബാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് അത് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടെ കാണുന്നു. അതിനാകാം ഒരുപക്ഷെ ഇത്രയും പ്രഷർ ചെലുത്തുന്നത്, ഇത്രയും വലിയ നെഗോഷിയേഷൻ ടൂൾസ് മുന്നോട്ട് വെക്കുന്നത്. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അടിച്ചിരിക്കും എന്ന് അമേരിക്ക പറയുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും. എന്തായാലും റിപ്പർക്കഷൻ, അതായത് വലിയ രീതിയിൽ ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലിനെയും മിഡിൽ ഈസ്റ്റിനെയും മാത്രമല്ല നമ്മളെ ഉൾപ്പെടെ അത് ബാധിക്കും. പ്രത്യേകിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഒക്കെ കഴിഞ്ഞ ദിവസം മിലിറ്ററി എക്സസൈസസ് നടത്തുന്ന വഴിയും തടയുന്നത് വഴി ഇറാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു. ലോകത്തിലെ 20% ഓയിൽ ട്രേഡ് നടക്കുന്നത് ഈ ഒരു റൂട്ടിലൂടെയാണ്. അപ്പം നമ്മുടെ ഉൾപ്പെടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇപ്പം റുപ്പിയുടെ കേസ് പരിങ്ങലിലാണ്. ഒരുപാട് ഇടിവ് വന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തന്നെ 6 മുതൽ 7 രൂപ അടുത്ത് US ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താന്നു നിൽക്കുന്നു. പക്ഷെ അതിന്റെ ഇമ്പാക്ട് നമ്മൾ ഇന്ന് അറിയാത്തത് ഓയിലിൽ വലിയ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വരാത്തത് കൊണ്ടാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഒക്കെ അടച്ചു കഴിഞ്ഞാൽ, ഓയിൽ ട്രേഡിന് തടസ്സം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് നമുക്ക് ഉൾപ്പെടെ ഉണ്ടാകും. അതുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് വിഷ് ചെയ്യുന്നത്. യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് ലോകം ആഗ്രഹിക്കുന്നത്. പക്ഷേ അതല്ല പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്നതാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.